Students, welcome to KTETprevious Academy. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് OMR ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പേന പേപ്പർ എടുത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ നിങ്ങൾ ടിക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കീ നമ്മൾ പബ്ലിഷ് ചെയ്യും. കീ നോക്കിയുണ്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ചെക്ക് ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Reliability in research stands for option A, replicability, option B, validity, option C, measurability, option D, comparability. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The systematic and controlled handling of variables to see if treatments will create expected result is an essential step in option A, ex post facto research, option B, scientific research, option C, diagnostic research, and option D എന്താണ് പറഞ്ഞാൽ നോക്കുക, exploratory research. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സഫിഷ്യൻറ്റ് എവിഡൻസ് ഇൻ റിസർച്ച് ലീഡ്സ് ടു എ faulty analysis, option B over generalization, option C poor sampling, option D wrong methodology. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് ആൻസർ ചെയ്യണ്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈസ് ഓഫ് സ്ലൈഡ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 35 millimeter, 45 millimeter, 55 millimeter, 50 millimeter. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഡ്ഗർ ഡെയ്ൽ ഈസ് ഫേമസ് ഫോർ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. എക്സ്പീരിയൻസ് ഓൺ, ഓപ്ഷൻ ബി ലേണിംഗ് syndrome, option C applied research, option D none of these. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത് നോക്കൂ. Which of the following is most effective audio aid എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ റേഡിയോ, ഓപ്ഷൻ ബി ലൗഡ് സ്പീക്കർ, ഓപ്ഷൻ സി ടി വി, ഓപ്ഷൻ ഡി വോക്കി ടോക്കി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ത്രൂ ഇവാലുവേഷൻ one can be dash. Option A the students, option B the teacher, option C both the above, option D none of these. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റാൻഡേർഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഒബ്ജക്റ്റിവിറ്റി, വാലിഡിറ്റി, റിലയബിലിറ്റി, ഓൾ ദി എബവ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എന്താണ് ഒമ്പതാമത്തെ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് ഇൻ ടു എ ഗ്രാഫിക് എയ്ഡ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഗ്രാഫ് ഫോട്ടോഗ്രാഫ്, ഓപ്ഷൻ ബി ഗ്രാഫ്, ഓപ്ഷൻ സി ബുള്ളറ്റിൻ ബോർഡ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? മാപ്പ് ആണ് അതിൽ കൊടുത്തേക്കുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഡ്യൂക്കേഷൻ, പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക നോക്കൂ. എഡ്യൂക്കേഷൻ ഇവാലുവേഷൻ ഈസ് എ complex in reference to
Option A, teaching objectives. Option B, learning experiences. Option C, tools of evaluation. Option D, all the above. Again, education evaluation is a complex in reference to option A, teaching objectives. Option B, learning experiences. Option C, tools of evaluation. Option D, all the above എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കുക 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The objectivity of the research can be enhanced. Option A എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ, ത്രൂ ഇറ്റ്സ് റിലയബിലിറ്റി, ത്രൂ ഇറ്റ്സ് വാലിഡിറ്റി. ഓപ്ഷൻ സി, ത്രൂ ഇറ്റ്സ് ഇംപാർഷ്യാലിറ്റി. ഓപ്ഷൻ ഡി, ഓൾ ദി എബവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The escape instinct expresses in the state of option A, hunger. Option B, difficulty. Option C, fear. Option D, none of these. A student can be trained in social behavior through ഓപ്ഷൻസിലേക്ക് പോവുക. ഓപ്ഷൻസ് നോക്കുക. കരിക്കുലം. ഓപ്ഷൻ ബി, സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ് ഇൻ സ്കൂൾ. ഓപ്ഷൻ സി, ഡിസിപ്ലിൻ. ഓപ്ഷൻ ഡി, ക്ലാസ് റൂം ടീച്ചിങ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The children's learning is affected most by option A, motivation. Option B, interest. Option C, intellectual abilities. Option D, physical organization. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആരാണ്? ഓപ്ഷൻ എ, ഡാനിയൽ ഗോൾമാൻ. ഓപ്ഷൻ ബി, ഹോവാർഡ് ഗാർഡനർ. ഓപ്ഷൻ സി, പീറ്റർ സലോവി. ഓപ്ഷൻ ഡി, നോൺ ഓഫ് ദീസ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഈസ് എ ടൈപ്പ് ഓഫ്. ഓപ്ഷൻ എ, പർപ്പസീവ് സാമ്പിളിംഗ്. ഓപ്ഷൻ ബി, റാൻഡം സാമ്പിളിംഗ്. ഓപ്ഷൻ സി, ക്വാട്ട സാമ്പിളിംഗ്. ഓപ്ഷൻ ഡി, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ SE of the sample means. Option A, decreases in direct proportion to the sample. Option B, decreases in inverse proportion to the sample. Option C, increase in direct proportion to the sample. Option D, does not depend on the sample size. അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി, എ കഴിഞ്ഞിട്ട് ഓപ്ഷൻ സി ആണ് വായിച്ചേക്കുന്നത്. അതിനുശേഷമാണ് ഓപ്ഷൻ ബി. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സയൻസ് ഇവാലുവേഷൻ എന്താണ് നോക്കുക. സയൻസ് ഇവാലുവേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ അറ്റ് ദ സ്കൂൾ ലെവൽ ഷുഡ് ബി best described as being. Option A, value oriented. Option B, teacher oriented. Option C, activity centered. Option D, textbook centered. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The hypothesis could be option A, just a concept. Option B, a positive preposition. Option C, a null preposition. Option D, all of the above. 20ാമത്തെ ക്വസ്റ്റ്യൻ ആകിയ എക്സ്പ്ലെയിൻ PINDICS. അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് പറയാൻ പേജിൽ സാരില്ല, ആൻസർ എഴുതി വെച്ചേക്കാണ്. പ്ലാനിങ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി സ്റ്റഡീസ്. അപ്പൊ PINDICS എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്താണ്?
പ്ലാനിങ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി സ്റ്റഡീസ്. ഇനി നമുക്കിതിൻ്റെ കീ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് അതിൻ്റെ കീ വരാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റിലയബിലിറ്റി ഇൻ റിസർച്ച് സ്റ്റാൻഡ്സ് ഫോർ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 11ന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. റിലയബിലിറ്റി ഇൻ റിസർച്ച് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? റിലയബിലിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിസ്റ്റമാറ്റിക് ആൻഡ് കൺട്രോൾഡ് ഹാൻഡ്ലിംഗ് വിൽ ക്രിയേറ്റ് എക്സ്പെക്റ്റഡ് റിസൾട്ട് ഈസ് ആൻ എസെൻഷ്യൽ സ്റ്റെപ്പ് ഇൻ എന്നായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, സയന്റിഫിക് മെത്തേഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസഫിഷ്യന്റ് എവിഡൻസ് ഇൻ റിസർച്ച് ലീഡ്സ് ടു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 13ന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ഓർ ജനറലൈസേഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സൈസ് ഓഫ് സ്ലൈഡ് ഈസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 35 മില്ലിമീറ്റർ. അടുത്ത് നോക്കാം. എഡ്ഗർ ഡെയിൽ ഈസ് ഫേമസ് ഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? എക്സ്പീരിയൻസ് കോണാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് ഓഡിയോ എയ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിയോ എയ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ. ത്രൂ ഇവാലുവേഷൻ വൺ ക്യാൻ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ദി എബോവ് എന്ന് പറയുകയാണെങ്കിൽ ഓഫ് ദ സ്റ്റുഡൻസും അതുപോലെ തന്നെ ദ ടീച്ചേഴ്സ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റാൻഡേർഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്ന് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി, വാലിഡിറ്റി, റിലയബിലിറ്റി എല്ലാം എന്ത് തന്നെയാണ്? അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. അടുത്ത ദിവസം നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രാഫിക് എയ്ഡ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി. ഇതാണ് ബുള്ളറ്റിൻ ബോർഡ്. അടുത്ത് നോക്കാം. എഡ്യൂക്കേഷൻ ഇവാലുവേഷൻ ഈസ് എ കോംപ്ലക്സ് ഇൻ റെഫറൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരെ? ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസസ്, ടൂൾസ് ഓഫ് ഇവാലുവേഷൻ എല്ലാം അതിൻ്റെ ആൻസർ ആയിട്ട് വരും. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദ റിസർച്ച് ക്യാൻ ബി എൻഹാൻസ്ഡ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ദി എബോവ് എന്നാണ്. ത്രൂ ഇറ്റ്സ് റിലയബിലിറ്റി, ത്രൂ ഇറ്റ്സ് വാലിഡിറ്റി, ത്രൂ ഇറ്റ്സ് ഇംപാർഷ്യാലിറ്റി എല്ലാം എൻ്റെ ആൻസറാണ്. അടുത്ത് നോക്കുക. ദ എസ്കേപ്പ് ഇൻസ്റ്റിങ്ക്റ്റ് എക്സ്പ്രസസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, ഫിയർ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റുഡൻറ് ക്യാൻ ബി ട്രെയിൻഡ് ഇൻ സോഷ്യൽ ബിഹേവിയർ ത്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. 32ന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ് ഇൻ സ്കൂൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ചിൽഡ്രൻസ് ലേണിംഗ് ഈസ് അഫക്റ്റഡ് മോസ്റ്റ് ബൈ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോട്ടിവേഷൻ. നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആരാണ് എന്നാണ് ചോദിച്ചത്. എല്ലാവർക്കും അറിയാം. എന്താണ് വരിക? ഡാനിയൽ ഗോൾഡ്മാൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ബി, റാൻഡം സാമ്പിളിംഗ്. ദ SC ഓഫ് എ സാമ്പിൾ മീൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 35ന്റെ ആൻസർ എന്താണ്? ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 17ന്റെ ആൻസർ അപ്പോൾ എത്രയാണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ടു ദ സാമ്പിൾ. സയൻസ്
System in India at the school level should be best described as being. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആക്ടിവിറ്റി സെൻറ്റേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൈപ്പോത്തസിസ് കുഡ് ബി എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ, ഹൈപ്പോത്തസിസ് കുഡ് ബി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് എ കോൺസെപ്റ്റ്, എ പോസിറ്റീവ് പ്രൊപ്പോസിഷൻ, എ നൾ പ്രൊപ്പോസിഷൻ. എക്സ്പ്ലെയിൻ ഇൻഡെക്സ്. അതിൻ്റെ മീനിങ് ഇതാണ്: പ്ലാനിങ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി സ്റ്റഡീസ്. 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നാളെ വീണ്ടും പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 20 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ 15 മുകളിൽ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും എക്സാമിന് നിങ്ങൾക്ക് ജയിക്കാനുള്ള ചാൻസ് കൂടി വരികയാണ് ചെയ്യുന്നത്. കുറയാണെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.